പറഞ്ഞു മാറേണ്ടത്. അതിന് നമ്മൾ ഹെൽപ്ലെസ് അല്ല. ചേഞ്ചസ് വരുത്തേണ്ടത് ഗവൺമെൻറ് പോളിസികളുടെ മാറ്റങ്ങളല്ല. നമ്മൾ ഹെൽപ്ലെസ് അല്ല. വൈ? ബിക്കോസ് വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. അത് നമ്മൾ ഹെൽപ്ലെസ് അല്ല. അതങ്ങനെ മനസ്സിലാക്കി നമ്മളതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ കഴിയുന്നില്ല എന്നത് മാത്രമാണ് നമ്മുടെ ഒരു പരിമിതി. പക്ഷേ ഇനി നമ്മളൊരു ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ആലോചിച്ചാൽ ഈ കാറ്റഗറി പരിഗണിക്കേണ്ടതാണെന്ന് ഉറപ്പിക്കുന്ന വിധം ഒരു ഇടപെടൽ നമുക്ക് സാധ്യമാണെന്ന് വിചാരിക്കുന്നവരാണ്, പ്രതീക്ഷയോടെ ആ കാര്യം കാണുന്നവരാണ്. ഗവൺമെൻറ് പോളിസി അങ്ങനെ ആയിത്തീരുന്നത് ഈ സമഗ്രതയിൽ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പ്രകാശ് ഷെയർ ചെയ്തത്. ഇതിങ്ങനെ ഇവർ പുറത്താകുമ്പോൾ യഥാർത്ഥത്തിൽ എക്കോണമി വീക്കൻ ചെയ്യുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്ന് പറയുന്നത് പോലെ ഇവർക്ക് സ്വത്തുടമസ്ഥത കിട്ടാതാകുമ്പോൾ ഇവരുടെ വ്യക്തിത്വവൽക്കരണത്തെ ഇത് നെഗറ്റീവായി ബാധിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ പരിഗണിക്കുന്നില്ല. അങ്ങനെ കൂട്ടം കൂടി നടക്കുന്ന നമ്മൾ വൃത്തിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. നമ്മൾ കേരളത്തിൽ മനുഷ്യർക്ക് വലിയ വൃത്തിയുള്ള മനുഷ്യർ പേഴ്സണലി, പക്ഷേ സാമൂഹികമായ വൃത്തിഹീനരായ മനുഷ്യരാണ് മലയാളി. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നോർത്തിലേക്ക് ചെല്ലുന്നതോറും വൃത്തി കുറഞ്ഞു വരും, സാമൂഹിക വൃത്തി. ഇത് കൂട്ടത്തോടെ മനുഷ്യരിങ്ങനെ വെള്ളമൊക്കെ ഒഴുകി പോകുന്നതിൽ തൊട്ടടുത്തിരുന്ന് ചായ കുടിക്കുന്നതാണ് രാവിലെ. നമുക്കവിടെ ഒന്നും ചായ കുടിക്കാൻ പറ്റില്ല, നമ്മുടെ ശീലം അങ്ങനെയല്ല. പക്ഷെ അവർക്ക് കുടിക്കാൻ ഒരു പ്രശ്നമാണ്, കാരണം എല്ലാവരും കുടിക്കുന്നു, അവർ കുടിക്കുന്നു എന്ന് മാത്രമേ. അപ്പോൾ ചാണാൻ മനുഷ്യർ കഴിക്കും. അതിനൊരു കാരണമുള്ള ബാക്കിയുള്ളവർ തിന്നുന്നുണ്ട്. പിന്നെ എനിക്ക് തിന്നുന്നത് എന്താണെന്നാണ്. വൈ? ബിക്കോസ് ഇൻഡിവിജ്വലൈസേഷൻ എന്നത് വളരെ കുറവാണ്. കേരളത്തിൽ ഇൻഡിവിജ്വലൈസേഷൻ നടന്നൊരു സ്ഥലമാണ്, വ്യക്തിത്വവൽക്കരണം സംഭവിച്ചൊരു സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാ ജാതികളിൽ നിന്നും മനുഷ്യരെന്ന് പറയുന്ന കാറ്റഗറി ഉയർന്നു വരും. എത്ര സപ്രസ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾക്കൂട്ടത്തെ കണ്ടു മാത്രം ജീവിക്കാത്തവരും കാണും കേരളത്തിൽ. പക്ഷേ നോർത്തിലേക്ക് പോകുമ്പോൾ ആൾക്കൂട്ടമാണ് തന്നെ തീരുന്നത്. യൂത്ത് സൈക്കിൾ ആണ് തന്നെ തീരുന്നത്. നമ്മൾ നിസ്സഹായരൊന്നും. എൻ്റെ പ്രതീക്ഷ നമ്മൾ ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ബോധ്യപ്പെട്ടാൽ, സമൂഹത്തിന് ബോധ്യപ്പെട്ടാൽ നമുക്കത് സ്റ്റേക്കും കൂടി ചെയ്യിക്കാൻ കഴിയും. ഇപ്പോഴത്തെ പുതിയ സ്ഥിതിയിലുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക, നമ്മളുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുകയും പ്രജാവൽക്കരണം സബ്ജക്റ്റ് എന്ന നിലയിൽ, സോഷ്യൽ സബ്ജക്റ്റ് എന്ന നിലയിൽ പ്രജാവൽക്കരണം ശക്തിപ്പെടുകയും ചെയ്യുന്നൊരു ഘട്ടമാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പണ്ടില്ലാത്ത കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച രാഷ്ട്രീയ പാർട്ടി. അതെന്താണെന്ന് വെച്ചാൽ അവർ ഡീൽ ചെയ്യുന്നത് സിറ്റിസൺസിനെ അല്ല. സിറ്റിസൺസ് ആണെങ്കിൽ നയവും പരിപാടിയും പറഞ്ഞാൽ മതി. സിറ്റിസൺസ് അത് ആലോചിച്ച് അതിനെ വോട്ട് ചെയ്യും. ഇത് പ്രജകളായാൽ അവർക്ക് നയവും പരിപാടിയും മാത്രം പോരാ, അവർക്ക് പൈസ വേണം, അവർക്ക് അങ്ങനെ കുറേ ഫെസിലിറ്റീസ് വേണം. അപ്പോൾ കോടികൾ ഇറക്കുന്നവരെ ജയിക്കത്തുള്ളൂ. ഇത് പണം കൊടുത്ത ആൾക്കാരെ വിലക്കെടുക്കുന്നതല്ല. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിക്കുന്ന അടിസ്ഥാനപരമായ ഒരു പരിവർത്തനം. സിറ്റിസൺഷിപ്പ് വീക്കൻ ചെയ്യുകയും പ്രജാവൽക്കരണം ശക്തിപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ കോമാളി വേഷം എന്നൊക്കെ നമുക്ക് തോന്നുന്നതൊക്കെ വലിയ സുന്ദര വേഷമായിട്ടാണ് ഈ പ്രജകൾക്ക് തോന്നുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജ്ഞി ഉണ്ടെന്നൊക്കെ മലയാളികൾ യഥാർത്ഥം വിശ്വസിക്കുന്നുണ്ട്. അതെങ്ങനെ അവർ വിശ്വസിക്കുന്നു? തിരുവനന്തപുരത്ത് രാജ്ഞി ഉണ്ടെന്ന് പറയും. ആ രാജ്ഞി പറയുന്നത് സ്ത്രീകൾ മിനിസ്ട്രസ് പീരീഡിൽ ചെടിക്ക് കൊണ്ടുപോയിച്ചാൽ ചെടി കരിഞ്ഞു പോകുന്നതാണ് പറയുന്നത്. അതന്നെ നിങ്ങളിങ്ങനെ ഈ വിവരക്കേട് പറയുന്നത് ആരും ചോദിക്കില്ല. ഇവിടെ യുദ്ധം നടന്നപ്പോൾ റഡാറുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ മഴയുള്ളപ്പോൾ വിമാനം പോകണമെന്ന് ഞാൻ പറയുന്നത് ഇന്ത്യ പ്രധാനമന്ത്രിയാണ് പറഞ്ഞതെന്ന്. ഈ റഡാറുകളുടെ ശക്തിയെക്കുറിച്ച് എന്തെങ്കിലും പോകുന്ന ഒരു നിമിഷം പറയുന്നതാണ് അങ്ങനെ. ഇത് നമ്മളാരെങ്കിലും ചോദിച്ചു നിങ്ങൾ എന്ത് വിവരക്കേടായി പറയുന്നത്? ചോദിക്കില്ല. അതാണ് പ്രജയുടെ ലക്ഷണം. രാജാവ് പറയുന്നത് സമ്മതിക്കലാണ് പ്രജയുടെ. അത് ചോദ്യം ചെയ്യുന്ന പ്രജയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് നമ്മളിതെല്ലാം ഈ ധർമ്മപുരാണത്തിൽ പറയുന്നത് പോലെ ധർമ്മരാജ്യത്തിൽ പ്രജാപതിക്ക് തൂറാൻ മുട്ടി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ടി വി കാണിക്കുക, രാജാവ് ഈ കക്കൂസിൽ പോകുന്ന കാര്യം ടി വി കാണിക്കുക, ജനം മുഴുവൻ തുറന്ന് നിൽക്കുക. അപ്പോൾ ഒരു കുട്ടി വിളിച്ച് പറയുന്നത് അമ്മൂമ്മയായി അപ്പൂപ്പൻ തൂറ്റുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് അമ്മ വിലക്കുക. അങ്ങനെ പറയരുത്. രാജാവ് പുണ്യകർമ്മം ചെയ്യുകയാണെന്ന് പറയാവുന്ന തിരുത്തി
കേട്ടോ കൊച്ചിനെ. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു കൃമിയുണ്ട് ഈ മരത്തിനകത്ത്. കൃമി എന്ന് പറയുന്നത് മൂർഖൻ എന്ന് പറയണതാണ്. രാജാവിന് പറഞ്ഞ് കൃമിയുണ്ടെന്ന് രാജാവിന് മോശമാണ്. ഇതായി പ്രജയുടെ ഒരു സൈക്കി. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിൽ എമ്പാടും